അടുത്ത് തന്നെ നമ്മുടെ മാനുഫാക്ചറിങ് യൂണിറ്റുകളുണ്ട്. അപ്പോൾ വളരെ ചെറിയ ചിലവിൽ തന്നെ മിതമായ നിരക്കിൽ നമുക്കത് മാനുഫാക്ചർ ചെയ്ത് എടുക്കാൻ കഴിയുന്നു എന്നുള്ളതാണ്. പിന്നെ 17 ഷോപ്പ് പറഞ്ഞില്ലേ, 17 ഷോപ്പിലേക്ക് നമ്മൾ ഒരുമിച്ച് മാനുഫാക്ചർ ചെയ്യുമ്പോൾ നമുക്ക് പ്രൊഡക്ഷൻ കോസ്റ്റ് വളരെ കുറച്ചാണ് വരുന്നത്. അതായത് മാനുഫാക്ചറിങ് യൂണിറ്റിൽ പോയിട്ട് എല്ലാ റോ മെറ്റീരിയലും നോക്കിയതിന് ശേഷം കൺഫേം ആയതിനു ശേഷം നമുക്കത് മാനുഫാക്ചർ ചെയ്യാൻ പറ്റും. അതാണ് നമ്മുടെ പ്രത്യേകത. അപ്പോൾ ക്വാളിറ്റി മാത്രമല്ല, വിശ്വാസ്യതയും ഒരു ട്രാൻസ്പെറൻസി കൂടിയാണ് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. 5 സീറ്റ് കോർണർ സോഫ നമുക്ക് വെറും 22,900 കൊടുക്കാൻ പറ്റും. 10 വർഷം ഫ്രെയിം വാറണ്ടി, 5 വർഷം കുഷൻ വാറണ്ടി പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന പ്രീമിയം സെഗ്മെന്റിലുള്ളത്. അതുപോലെ തന്നെ നമ്മൾ ഒരു റിനോവേഷൻസ് വേണമെന്നുണ്ടെങ്കിൽ പഴയ ഫർണിച്ചേഴ്സ് കുറച്ചുണ്ട്, അപ്പോൾ അത് മാറ്റിയിട്ട് പുതിയതാണെന്നുണ്ടെങ്കിൽ അതിനുള്ള ഓപ്ഷൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നു. നമുക്കൊരു സ്പ്രിംഗ് മാട്രസ് ഒരു ക്യൂൺ സൈസ് 6,900 മുതൽ സ്റ്റാർട്ടിംഗ് ഉണ്ട്. ഇപ്പോൾ സാധാരണക്കാർക്ക് ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് 10,000 രൂപയുടെ താഴേക്ക് ഡൈനിങ് ടേബിളും ചെയറും കൂടിയുള്ള സെറ്റുകൾ നമ്മുടെ അടുത്ത്. ക്വാളിറ്റി ടേബിൾ നമ്മളിപ്പോൾ ഉള്ളത് ഇവിടെ തൃശ്ശൂരാണ്. തൃശ്ശൂർ കുന്നംകുളം വടക്കഞ്ചേരി മരത്തങ്കോട് റോഡിലാണ്. പീലക്സ് ബ്രോ, നമസ്കാരം. നമ്മൾ ഐഫയുടെ ബിൽഡിംഗാണ്, ഐഫ ഫർണിച്ചർ അല്ലേ? അതെ. 65,000 സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു വമ്പൻ ബിൽഡിംഗ്, അതായത് A to Z ഫർണിച്ചർ ഉള്ള ഒരു വമ്പൻ ഷോറൂമാണ്. ഇത് വെറും ഒരു ഫർണിച്ചർ ഷോപ്പ് മാത്രമല്ല, മികച്ച വിലക്കുറവിൽ നിങ്ങൾക്ക് ഫർണിച്ചർ വീട്ടിലേക്ക് സ്വന്തമാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഇടം കൂടിയാണ്. എന്തുകൊണ്ടാണ് ഇത്ര വിലക്കുറവിൽ ഐഫ ഫർണിച്ചർ വിൽക്കുന്നത് എന്നുള്ളതിന് ഒരു എക്സ്പ്ലനേഷൻ കൂടിയാണ് ഈ വീഡിയോ കേട്ടോ. പീലക്സ് ബ്രോ, നമ്മളാണ് ഇതിന്റെ മാനേജർ അല്ലേ? ഇവിടുത്തെ അതായത് ഇവിടുത്തെ എന്ന് പറയുമ്പോൾ കേരളത്തിലാകമാനം 17ഓളം ഷോപ്പുകളുണ്ട് നമുക്ക്. നമ്മുടെ ഓൺ മാനുഫാക്ചറിങ് ആണ്. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെ ഓൺ മാനുഫാക്ചറിങ് ആയതുകൊണ്ട് നമുക്ക് വളരെ അടുത്ത് തന്നെ നമ്മുടെ മാനുഫാക്ചറിങ് യൂണിറ്റുകളുണ്ട്. അപ്പോൾ വളരെ ചെറിയ ചിലവിൽ തന്നെ മിതമായ നിരക്കിൽ നമുക്കത് മാനുഫാക്ചർ ചെയ്ത് എടുക്കാൻ കഴിയുന്നു എന്നുള്ളതാണ്. പിന്നെ 17 ഷോപ്പ് പറഞ്ഞില്ലേ, 17 ഷോപ്പിലേക്ക് നമ്മൾ ഒരുമിച്ച് മാനുഫാക്ചർ ചെയ്യുമ്പോൾ നമുക്ക് പ്രൊഡക്ഷൻ കോസ്റ്റ് വളരെ കുറച്ചാണ് വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൺസിഡർ ചെയ്ത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഏറ്റവും കുറഞ്ഞ കോസ്റ്റിൽ നല്ല ക്വാളിറ്റിയുള്ള മാനുഫാക്ചേഴ്സ് ഡെലിവറി ചെയ്യാൻ സാധിക്കുന്നു. അതാണ് നമ്മുടെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ്. യെസ്. അതായത് ഇവർക്ക് 500 മീറ്റർ, അതായത് നമുക്കിപ്പോൾ ഉള്ള ഷോറൂമിൻ്റെ എല്ലാ ഷോറൂമിൻ്റെയും 500 മീറ്റർ ചുറ്റളവിൽ മാനുഫാക്ചറിങ് യൂണിറ്റ് ഉണ്ട്. നമ്മളിവിടെ മാനുഫാക്ചറിങ് യൂണിറ്റ് പോയി കണ്ടുട്ടോ, എൻ്റെ അമ്മ ഇത്രത്തോളം കുന്നുകൂടി ഭയങ്കര ബൾക്ക് പ്രൊഡക്ഷൻ നടക്കുന്ന ഏരിയയും കൂടിയാണ് അല്ലേ? അതെ. ഇപ്പോൾ ഇതിനകത്ത് വേറൊരു കാര്യങ്ങളുണ്ട്. ഇപ്പോൾ കസ്റ്റമർ ബൾക്കായിട്ട് കുറേ സാധനങ്ങൾ മേടിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും മേടിക്കുമ്പോൾ അതിൻ്റെ ക്വാളിറ്റി അവർക്ക് ചെക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഓൾറെഡി ഫിനിഷ്ഡ് ഗുഡ്സ് ഇതുപോലെ വരുമ്പോൾ ഇതിനകത്ത് എന്തായിരിക്കും എന്നുള്ള ആശങ്ക ഉണ്ടാവും. ഫസ്റ്റ് കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാവുമെന്നുള്ളത്. പക്ഷേ നമുക്ക് അതിനുള്ളൊരു അവസരം കൂടിയാണ് ഐഫ നൽകുന്നത്. ഫീൽ ചെയ്ത് അതായത് മാനുഫാക്ചറിങ് യൂണിറ്റിൽ പോയിട്ട് എല്ലാ റോ മെറ്റീരിയലും നോക്കിയതിന് ശേഷം കൺഫേം ആയതിനു ശേഷം നമുക്കത് മാനുഫാക്ചർ ചെയ്യാൻ പറ്റും. അതാണ് നമ്മുടെ പ്രത്യേകത. അപ്പോൾ ക്വാളിറ്റി മാത്രമല്ല, വിശ്വാസ്യതയും ഒരു ട്രാൻസ്പെറൻസി കൂടിയാണ് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് നമ്മുടെ ഒരു ഫ്ലോറിലാണ് അല്ലേ? ഇതിപ്പോൾ സോഫ സെഗ്മെന്റ് ആണ്, സോഫകൾക്ക് വേണ്ടി മാത്രമുള്ള ഒരു സെഗ്മെന്റ് ആണ്. ഇതുപോലെ ഓരോന്നിനും ഓരോ സെഗ്മെന്റ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതെ. നമുക്ക് വുഡൻ ഫർണിച്ചേഴ്സ് മാത്രമല്ല, ഫുൾ കവർ ഫർണിച്ചേഴ്സ്, അതായത് സോഫയിൽ തന്നെ ഫുൾ കവർ ടൈപ്പും ഉണ്ട്, വുഡനും ഉണ്ട്, രണ്ടും കൂടെ മിക്സ് ആയിട്ട് വരുന്ന ടൈപ്പുകളുണ്ട്. എല്ലാ ടൈപ്പും നമ്മൾ ചെയ്യുന്നുണ്ട്. അതുപോലെ മോഡുലാർ, നമുക്ക് ഇന്റീരിയർ സൊല്യൂഷൻസ് ഇന്റീരിയർ ആയിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അത് ശരി. അപ്പം നിങ്ങൾ ഈ ഫർണിച്ചർ മേക്കിംഗ് മാത്രമല്ല, അല്ല, ഇന്റീരിയർ സെഗ്മെന്റ് ഉണ്ട്. അതേ സെയിം ടൈം തന്നെ നമുക്കിപ്പം മെറ്റാലിക് ഡിസൈൻസ്, കുറച്ച് മെറ്റലുള്ള കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ അതിനുള്ള ഫെസിലിറ്റി നമുക്കുണ്ട്. മെറ്റാലിക് ഫർണിച്ചേഴ്സും നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരു ട്രെൻഡാണ് മെറ്റലിൽ സ്ലീക്ക് ആയിട്ടുള്ള ഡിസൈൻസ് ഒക്കെ ഇപ്പോൾ ഒരു ട്രെൻഡ് ആയിട്ട് വരുന്ന സംഭവമാണ്. അതും നമ്മുടെ അടുത്ത് ഒരുപാട് കളക്ഷൻസ് ഉണ്ട്, അത് നമുക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇതും ഈ പറഞ്ഞ റേറ്റ് കുറച്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും? അതെ, തീർച്ചയായും ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമുക്ക് ഫർണിച്ചറിന് ഒരു വില വിവരം പറയുകയാണെങ്കിൽ എത്ര രൂപ മുതൽ സ്റ്റാർട്ടിങ്ങിനാണ് നമുക്ക് ഓരോ ഫർണിച്ചറിന് തുടങ്ങുന്നത്? അതെ, നമ്മളിപ്പോൾ സാധാരണ രീതിയിൽ കട്ടിലുകൾ നമ്മൾ കണ്ടു, ഒരുപാട് കട്ടിലുകൾ കണ്ടു. കട്ടിൽ നമുക്ക് 6,900 രൂപ മുതൽ സ്റ്റാർട്ടിങ് കട്ടിലുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഡൈനിങ് ടേബിളിൻ്റെ സെക്ഷൻ നമ്മൾ പറഞ്ഞു 6,900 മുതൽ മാർബിൾ ടോപ്പ് ഡൈനിങ് ടേബിൾ നമുക്ക് കൊടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ പോക്കറ്റ് സ്പ്രിങ്ങുള്ള സോഫകളാണ് ഇപ്പോൾ പൊതുവെ നിരത്തുകളിൽ ഏറ്റവും കൂടുതലുള്ളത്. 5 സീറ്റ് കോർണർ സോഫ നമുക്ക് വെറും 22,900 കൊടുക്കാൻ പറ്റും. 10 വർഷം ഫ്രെയിം വാറണ്ടി, 5 വർഷം കുഷൻ വാറണ്ടി പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന പ്രീമിയം സെഗ്മെന്റിലുള്ളത്. സ്റ്റാർട്ടിംഗ്. ഇത് മാത്രമല്ല, ഒരു കൺസൾട്ടേഷൻ ഫേം കൂടിയാണ് ഐഫ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഒരു വീടുണ്ട്, ആ വീട്ടിൽ നിങ്ങൾക്ക് ഏത് ഫർണിച്ചർ ഇടണം, ഏത് മെറ്റീരിയൽ വെച്ച് ചെയ്യണം, അപ്പോൾ ഏത് കളറിൽ വരണം എന്ന് നിങ്ങൾക്ക് ഒരു ഐഡിയ ഇല്ലെങ്കിൽ അതുവരെ ഇവർ കൺസൾട്ട് ചെയ്ത് തരുന്നതാണ്. അതെ, തീർച്ചയായും. അതുപോലെ തന്നെ നമ്മൾ ഒരു റിനോവേഷൻസ് വേണമെന്നുണ്ടെങ്കിൽ പഴയ ഫർണിച്ചേഴ്സ് കുറച്ചുണ്ട്, അപ്പോൾ അത് മാറ്റിയിട്ട് പുതിയതാണെന്നുണ്ടെങ്കിൽ അതിനുള്ള ഓപ്ഷൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എക്സ്ചേഞ്ച് ഓഫേഴ്സ്. അതെ, എക്സ്ചേഞ്ച് ഓഫേഴ്സ് ഉണ്ട്. അതുകൂടാതെ തന്നെ പൈസ ഇപ്പോൾ റെഡിയിൽ ക്യാഷ് കയ്യിലില്ലെങ്കിൽ അതിൻ്റെ ഫുൾ EMI ചെയ്യാനുള്ള EMI ഓപ്ഷൻസ് ബജാജ് ത്രൂ നമ്മൾ കൊടുക്കുന്നുണ്ട്. A to Z കാര്യങ്ങൾ കൂടെ ഉണ്ട്. നേരെ കൂടെ വന്നേച്ചാൽ മാത്രമല്ല. ചിലവ് കുറച്ച് കൊടുക്കുന്നതിന് നമ്മളിപ്പോൾ ഈ ഇത്രയും വലിയ ഷോറൂം നമ്മൾ സോളാറിലാണ് റൺ ചെയ്യുന്നത്. അപ്പോൾ കറണ്ട് ബില്ലും കാര്യങ്ങളൊക്കെ നമ്മൾ വളരെ കുറച്ചാണ് ഇവിടെ നമുക്ക്
വരുന്നത്. അപ്പൊ ചിലവ് അത്രയും കുറവായിരിക്കും. ചിലവ് അത്രയും കുറവ്. ഫീച്ചേഴ്സ് വൈസ് നമ്മൾ വേറെ ലെവലിൽ സംഭവങ്ങളൊന്നും ചെയ്യാറുണ്ടല്ലേ? അതെ അതെ. ഇപ്പൊ ഇത് നമ്മുടെ ഒരു റിക്ലൈനർ സോഫയാണ്. അതെ, റിക്ലൈനർ സോഫയാണ്. ഒരു കോർണർ എല്ലാം സെറ്റപ്പിലും വരുന്ന ഒരു സോഫയാണ്. അതെ. സ്റ്റിച്ചിങ് കണ്ടോ? സ്റ്റിച്ചിങ് ക്വാളിറ്റി എടുത്ത് പറയേണ്ടത്. അതെ, നൈലോൺ സ്റ്റിച്ചിങ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് എടുത്ത് കാണിക്കും. അതെ, അതിന്റെ ഒരു പെർഫെക്ഷൻ നമുക്ക് ആ ഫീൽ ഉണ്ടാവും. യെസ്. ഇതിനകത്ത് എന്തൊക്കെ ഫീച്ചേഴ്സ് എങ്ങനെ വരുന്നത്? ആക്ച്വലി ഇത് റിക്ലൈനർ ആണ്. രണ്ട് സൈഡിലും നമുക്ക് റിക്ലൈനർ ഓപ്ഷൻ ഉണ്ട്. അപ്പം റിക്ലൈൻ ചെയ്തിട്ട് നമുക്ക് TV കാണാനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മോഡലാണ്. നോക്കട്ടെ. ഇരിക്കാം. യെസ്. ഇത് എവിടെയാണ് ഇതിന്റെ സ്വിച്ച് വരുന്നത്? അതെ, ഇവിടെ ലിവർ ഒന്ന് ജസ്റ്റ് വലിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി റിക്ലൈൻ ചെയ്യും. ഇതിൽ നമുക്കിപ്പോൾ ആക്ച്വലി മാനുവൽ ആണ്. നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് ചെയ്യുന്ന മോട്ടറൈസറും നമുക്ക് അവൈലബിൾ ആണ്. അന്ന് നടന്ന് കാണുവാണെങ്കിൽ ഓരോ ഫീച്ചേഴ്സ് വെച്ച് നോക്കി മേടിക്കണം എന്നാണ് പറയുന്നത്. ഇപ്പൊ അത് നമ്മളിപ്പോൾ റിക്ലൈനർ സോഫ ആണെങ്കിൽ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ കപ്പ് ഹോൾഡർ ഒക്കെ ഉള്ള മറ്റൊരു സെഗ്മെന്റിൽ വരുന്ന സോഫയാണ്. ഒരു കാറിന്റെ ഒക്കെ പ്രീമിയം അല്ലേ, ഫ്രണ്ട് സീറ്റിൽ ബെൻസ് കാറിന്റെ ബാക്ക് സീറ്റ് ഒക്കെ പോലെ നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു പാറ്റേൺ ആണ്. കറക്റ്റ് അത് തന്നെയല്ല ചെയ്തിരിക്കുന്നത്. അതെ അതെ. എന്ത് ഫുഡ് അത് ചെയ്തിരിക്കുന്നത്? ഇത് ട്രീറ്റഡ് മഹാഗണിലാണ് ഫിനിഷിംഗ് ചെയ്തിരിക്കുന്നത്. സ്കാൻഡിനേവിയൻ സ്റ്റൈൽ എന്ന് പറയുമ്പോൾ നമ്മൾ വുഡിന്റെ ഫ്രെയിമിൽ ബിൽഡപ്പ് ചെയ്യുന്ന സോഫ സ്ട്രക്ചറിനെയാണ് നമ്മൾ സ്കാൻഡിനേവിയൻ പാറ്റേൺ എന്ന് വിളിക്കുന്നത്. ഫ്രെയിമിനെ ഇങ്ങനെ കവർ ചെയ്തിങ്ങനെ വരും അല്ലേ? ഫ്രെയിം താഴെ ബേസ്മെന്റ് ചെയ്തതിന് ശേഷം അതിന്റെ മുകളിലേക്ക് നമ്മൾ സ്ട്രക്ചർ ബിൽഡ് ചെയ്യാൻ പറ്റുള്ളൂ. ആദ്യം പോളിഷും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വേണം ഇതിന്റെ വർക്ക് ചെയ്ത് തുടങ്ങാൻ. അതുകൊണ്ട് ഇതിന് കമ്പാരിറ്റീവ്ലി പ്രൈസ് അപ്പ് ആയിരിക്കും. ഇതൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ വൃത്തിയാക്കാനൊക്കെ വളരെ എളുപ്പം. നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ടാവും. ഷാർപ്പ് എഡ്ജസ് ഒന്നും ഉണ്ടാവില്ല. ബെഡ്റൂം സെറ്റിൽ എന്തൊക്കെയാണ് നമ്മൾ കൊടുക്കുന്നത്? ഈ ബെഡ്റൂം സെറ്റിൽ വരുന്നത് കട്ടില്, പിന്നെ 2 സൈഡ് ബോക്സസ്, ലോവർ പാനലിൽ വരുന്ന സൈഡ് ബോക്സസ് വരുന്നുണ്ട്, പിന്നെ 7 ഫീറ്റിലുള്ള 4 ഡോർ വാർഡ്രോബ്. ഇതൊരു ഓർഗനൈസർ വാർഡ്രോബ് ആണ് കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ലൈറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സോ നമുക്ക് ഓർഗനൈസ് ചെയ്തിട്ട് സാധാരണ ഇതിനകത്ത് കൃത്യമായിട്ട് വെക്കാൻ പറ്റും. അതുപോലെ തന്നെ ചെറിയ ഗാർമെന്റ്സ് വെക്കാനുള്ള ഡ്രോവേഴ്സ്, ബുള്ളൗട്ട്സ് കാര്യങ്ങളൊക്കെ വരുന്ന ഒരു ഓർഗനൈസ് വാർഡ്രോബ് ആണ്. ഇതിനോട് ചേർന്ന് സെയിം പാറ്റേണിൽ ലോവർ പാനലിൽ കൊടുത്തിട്ടുള്ള സെൻസർ മിറർ വരുന്ന ഒരു ഡ്രസ്സിംഗ് ടേബിൾ അതിനകത്ത് വരുന്നുണ്ട്. ഒരു 2-2.5 ലക്ഷം രൂപയാണ് അതിന്റെ നോർമൽ കോസ്റ്റ് വരുന്നത്. പക്ഷെ നമ്മളിത് പ്രീലാമിനേറ്റഡ് ബോർഡിൽ ചെയ്തതുകൊണ്ട് നമുക്ക് അതിന്റെ പകുതിയിൽ താഴെയുള്ള റേറ്റിലേക്ക് നമുക്ക് കൊടുക്കാം. ഇതുപോലുള്ള ഒരുപാട് ബെഡ്റൂം സെറ്റുകൾ നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ ഓൾറെഡി ഇന്റീരിയേഴ്സ് ആണ്. നമ്മൾ ഇത് ചെയ്യുമ്പോൾ എത്ര കോസ്റ്റ് വരും നമുക്ക് അറിയാം. പക്ഷേ നമ്മൾ ഈ പ്രീലാമിനേറ്റഡ് ബോർഡിൽ അതേ സെയിം ഗ്രേഡിലുള്ള ബോർഡുകൾ വെച്ച് നമുക്ക് ചെയ്യുമ്പോൾ വളരെ കോസ്റ്റ് കുറഞ്ഞിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് മാട്രസിന്റെയും ഒരു മാനുഫാക്ചറിങ് യൂണിറ്റ് ഉണ്ട്. മാട്രസിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. നമുക്ക് എല്ലാവർക്കും അവരവരുടെ ശൈലിയിലുള്ള മാട്രസ് നമുക്ക് മാനുഫാക്ചർ ചെയ്യാൻ പറ്റും. നമുക്ക് ലാറ്റക്സ്, മെമ്മറി ഫോം, അതുപോലെ തന്നെ പോക്കറ്റഡ് സ്പ്രിങ്, ഹൈ റെസിലിയൻസ് ഫോം, അങ്ങനെ ഒരുപാട് ഫോമുകളിൽ നമുക്ക് നമ്മുടെ ഓൺ മാനുഫാക്ചറിങ് യൂണിറ്റിൽ നിന്ന് നമുക്ക് അത് കസ്റ്റമൈസ് ചെയ്ത് തരാൻ പറ്റും. നമുക്കൊരു സ്പ്രിംഗ് മാട്രസ് ഒരു ക്യൂൺ സൈസ് 6,900 മുതൽ സ്റ്റാർട്ടിംഗ് ഉണ്ട്. പുതിയ ട്രെൻഡിലുള്ള മാർബിൾ ടോപ്പും അതുപോലെ ഒരു ക്ലാസിക് ടച്ച് ആയിട്ടുള്ള ഒരു മാൻകാലുകളോട് കൂടിയിട്ടുള്ള, അതായത് കൊത്തുപണിയോടുള്ള കാലം രണ്ടും കൂടി ബ്ലെൻഡ് ചെയ്തിട്ടുള്ള ഒരു പുതിയൊരു വേർഷനാണ്. ക്ലാസിക്കൽ മോഡേൺ. അതെ, ക്ലാസിക്കൽ മോഡേൺ രണ്ടും കൂടി ഒരുമിച്ചിട്ടുള്ള ഒരു സംഭവമാണ്. ഇതിൽ നമുക്ക് വേണമെങ്കിൽ ഓപ്ഷൻസ് കൊടുക്കാം. ഇപ്പോൾ നാനോ വൈറ്റോ അല്ലെങ്കിൽ ക്വാഡ്സോ അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ മാർബിൾസോ ഏത് വേണമെങ്കിലും നമുക്ക് ബ്ലെൻഡ് ചെയ്തിട്ട് ഇതിലേക്ക് കൊടുക്കാം. നമുക്ക് ഡൈനിങ് ടേബിളുകളൊക്കെ എത്ര വില മുതൽ? നമ്മുടെ അടുത്ത് ഒരു വൈഡ് റേഞ്ച് കളക്ഷൻസ് ഉണ്ട്. ഇപ്പോൾ സാധാരണക്കാർക്ക് ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് 10,000 രൂപയുടെ താഴേക്ക് ഡൈനിങ് ടേബിളും ചെയറും കൂടിയുള്ള സെറ്റുകൾ നമ്മുടെ അടുത്ത്. ക്വാളിറ്റി ടേബിൾ. ഇതാ ഒരു പുതിയ തരം സോഫ. പുതിയ തരം എന്നല്ല, നമ്മൾ സാധാരണ ഈ പോഡ്കാസ്റ്റുകളൊക്കെ കാണുന്നവരാണെങ്കിൽ അവർക്ക് സ്ഥിരമായിട്ട് ചെസ്റ്റർ സോഫ എന്ന് പറയുന്നത്. ചെസ്റ്റർ സോഫ. ചെസ്റ്റിന്റെ ഈ ഭാഗവും നമ്മൾ 2 കൈകളും ഇങ്ങനെ റെസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന സോഫയാണ്. വളരെ റിലാക്സബിൾ സിറ്റ് ആണ്. ഇതിന്റെ ഒരു ഗുണം എന്ന് വെച്ചാൽ ഏത് സൈഡിലേക്ക് മൂവ്മെന്റ് നമുക്ക് ഓക്കെയാണ്, വളരെ സിമ്പിൾ ആയിട്ടിരിക്കുക. ഇത് നമ്മൾ ഒരിക്കലും ഒരു ചുമരോട് ചേർത്തിടാൻ വേണ്ടിയിട്ട് ഒരിക്കലും ഈ സോഫ പർച്ചേസ് ചെയ്യും. അപ്പം അതിന്റെ പർപ്പസ് പോയി. അതിന്റെ സ്റ്റുഡിയോ പർപ്പസ്. അതല്ലെങ്കിൽ നമ്മുടെ വീട്ടിനകത്ത് തന്നെ നമുക്ക് ഒരു സെന്ററിൽ ഒരു സോഫ ഇടുകയാണെന്നുണ്ടെങ്കിൽ വിഷൻ തീരെ കട്ടാവാത്ത രീതിയിൽ ആ സൈഡിൽ നിന്ന് ഈ സൈഡിൽ നിന്ന് കാണുമ്പോൾ ഭംഗിയുള്ള ഒരു പാറ്റേണിൽ സെന്ററിൽ ഒരു സോഫ പ്ലേസ് ചെയ്യാനുണ്ടെങ്കിൽ ഇത് വളരെയധികം യൂസ്ഫുൾ ആണ്. നമ്മൾ കോർണർ സോഫകളുണ്ട്, അതുപോലെ തന്നെ 3+2 സെഗ്മെന്റ് വരുന്ന സോഫകളുമുണ്ട്. ഈ 3+2 സോഫകൾ ഇപ്പം വളരെ ട്രെൻഡിങ് ആയിക്കൊണ്ട് ഇരിക്കുന്നതാണ് കോർണർ സോഫകളെക്കാൾ കൂടുതൽ. അതെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതിന്റെ ഒരു സുതാര്യതയാണ്. നമുക്ക് ഏത് പ്ലേസിൽ വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും മാറ്റിയിടാന്നുള്ള. ഇപ്പോൾ വീട്ടിനകത്ത് നമ്മൾ ഒരേ പാറ്റേൺ എല്ലാ ടൈമിലും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നതിനേക്കാൾ വളരെ കംഫർട്ടബിൾ ആണ് നമ്മൾ ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ലൊക്കേഷൻ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ. ലൊക്കേഷൻ ചേഞ്ച് ചെയ്തിടണമെങ്കിൽ 100% ഇങ്ങനെ 3+2 സ്പ്ലിറ്റഡ് ആയിട്ടുള്ള സോഫകൾ ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. കോർണർ സോഫ എപ്പോഴും ഒരൊറ്റ പ്ലേസിൽ വളരെ ചുരുങ്ങിയ സ്പേസിൽ
കൃത്യമായിട്ട് അവിടെ കിടക്കും, പക്ഷേ നമുക്കത് ചേഞ്ചസ് പോസിബിലിറ്റി വളരെയധികം കുറവാണ്. സെയിം ടൈം 3+2 വരുമ്പോൾ നമുക്ക് എങ്ങോട്ട് വേണമെങ്കിലും ചേഞ്ച് ചെയ്യാം. ഇപ്പം ഇപ്പോഴത്തെ ഓപ്ഷൻ വരുന്നത് 3-2 ഒരു സിംഗിൾ മാസ്റ്റർ സീറ്റ് അങ്ങനെയുള്ള ഒരു കൺസെപ്റ്റിലാണ്. സോഫകൾ മാത്രമല്ല സോഫ കം ബെഡും വരുന്നുണ്ടല്ലേ? അതെ, ആവശ്യം പോലെ നമുക്ക് ഇത് വേണമെങ്കിൽ ബെഡാക്കി മാറ്റുകയും ചെയ്യാം. അതെ, ഇപ്പൊ നമുക്ക് ബെഡാണ്, ഇനിയിപ്പോൾ 6 പേർക്ക് ഇരിക്കുന്ന സോഫയൊക്കെ നമുക്ക് മാറ്റം ചെയ്യാം. അതായത് ഇത് ഇങ്ങനെ ഈ പീസ് സെപ്പറേറ്റ് ആണ്, ഈ പീസ് ഓട്ടോമൺ സെപ്പറേറ്റ് ആണ്. എന്നിട്ട് പിന്നെ ഇങ്ങനെ വെച്ച് ഇത് തള്ളി വെച്ചാൽ സോഫയായി. ഇതിപ്പോൾ 2 സെപ്പറേറ്റ്, ഇപ്പോൾ 6 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു സെറ്റപ്പായി അല്ലേ? ഡൈനിങ് ടേബിളുകളുടെ സെക്ഷനിലാണ് നമ്മൾ നിൽക്കുന്നത്. വൻ വിലക്കുറവിൽ ഡൈനിങ് ടേബിൾ സ്വന്തമാക്കാനുള്ള ഒരു ഏരിയ കൂടെയാണ് നമ്മുടെ ഐഫ കേട്ടോ. എത്ര രൂപ മുതലാണ് ബ്രോ നമുക്ക് പഴയ ഗ്ലാസ് ടൈപ്പ് ഡൈനിങ് ടേബിൾ ഒക്കെ ഇപ്പൊ ആളുകൾ വിട്ടു? ഇപ്പം എല്ലാവരും ആർട്ടിഫിഷ്യൽ മാർബിൾ ആ ഒരു സെഗ്മെന്റിലേക്ക് പോയി. അപ്പോൾ ആർട്ടിഫിഷ്യൽ മാർബിൾ എങ്ങനെയായാലും ഭയങ്കര കോസ്റ്റ്ലി ആണ്. പക്ഷെ നമുക്ക് ഇവിടെ ഐഫയിൽ വളരെ കുറഞ്ഞ കോസ്റ്റിൽ 6,900 രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന ആർട്ടിഫിഷ്യൽ മാർബിൾ ടോപ്പ് ഡൈനിങ് ടേബിൾ. എത്ര സീറ്റിംഗിന്റെ? അത് 6 പേർക്ക് ഇരിക്കാവുന്നതാണ്. നമ്മൾ ടേബിളിന്റെ റേറ്റ് മാത്രമാണ് പറഞ്ഞേക്കുന്നത്. 6,900 മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നത് മാർബിൾ. ഐഫ ഇവിടെ മാനുഫാക്ചർ ചെയ്യുന്ന ഫർണിച്ചറുകൾ കൂടാതെ ഇമ്പോർട്ട് ചെയ്യുന്ന ഫർണിച്ചർ ഉണ്ട്. അതെ, ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ റിക്ലൈനർ സോഫയുടെ സെഗ്മെന്റിൽ വരുന്നത് അല്ലേ? അതെ, ഇത് റോക്കിംഗ് ആണ്, റിവോൾവിംഗ് ആണ്. നമുക്ക് ഒരു റിലാക്സേഷൻ ചെയർ ഇമ്പോർട്ടഡ് സെഗ്മെന്റിൽ വരുന്നതാണ്. ഇതുപോലത്തെ ഒരുപാട് ഓപ്ഷൻസ് നമുക്ക് അവൈലബിൾ ആണ്. ഓഫീസ് ചെയറുകൾ അല്ലേ? അതെ, അതുണ്ടാക്കുന്ന വലിയൊരു സെഗ്മെന്റ് ഇവിടെ നിൽക്കുന്നുണ്ട്. അതെ അതെ, ഓഫീസ് ചെയർസ് നമുക്ക് ബൾക്ക് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ലെവലിൽ നമുക്ക് ഒരുപാട് ക്വാണ്ടിറ്റി പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനുള്ള മാനുഫാക്ചറിംഗ് കൊണ്ട് നമുക്ക് ബൾക്കായിട്ട് നിങ്ങൾ സപ്ലൈ ചെയ്യും. ബൾക്കായിട്ട് നമുക്ക് ഒരു ഇൻസ്റ്റിറ്റ്യൂഷനൊക്കെ വേണ്ടിയിട്ട് അത് കൊടുക്കാൻ പറ്റും അല്ലേ? അപ്പോൾ നമുക്ക് ഓൾ കേരള ഡെലിവറി ഫ്രീ ആണോ? അതെ, നമുക്കിപ്പോൾ ഫുൾ ഫർണിച്ചേഴ്സ് ആണെങ്കിൽ ഓൾ കേരള നമുക്ക് കണക്റ്റഡ് ആയിട്ട് ഡെലിവറീസ് കൊടുക്കും. കാരണം ഓൾ കേരള നമുക്ക് നെറ്റ്വർക്ക് ഉണ്ട്. അപ്പോൾ ഓരോ ഡെലിവറിക്ക് പോകുമ്പോൾ അതിൻ്റെ കൂടുതൽ കണക്ട് ചെയ്തിട്ട് കൊടുക്കാനുള്ള സംവിധാനം നമുക്കുണ്ട്. യെസ്, അപ്പോൾ വീട് പണിയുന്നവരെ, പുതുക്കി പണിയുന്നവരെ, അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് പണിയുന്നവരെ നിങ്ങൾക്ക് സ്വാഗതം. വളരെ മികച്ച വിലയിൽ ഗുണനിലവാരമുള്ള ഫർണിച്ചർ നിങ്ങൾക്ക് ഇവിടെ നിന്ന് സ്വന്തമാക്കാം അല്ലേ? ഒരു കംപ്ലീറ്റ് ഹോം സൊല്യൂഷൻ ആയിട്ട് ഐഫ ഇവിടെ തന്നെ ഉണ്ട് അല്ലേ? 22 വർഷമായിട്ട് ഇവിടെ ഉണ്ട്. ഇനി അങ്ങോട്ട് തന്നെ കാണുകയും ചെയ്യും. അതെ, തീർച്ചയായും. ഐഫ ഫർണിച്ചറിന്റെ കോൺടാക്ട് നമ്പർ നമ്മൾ താഴെ കൊടുക്കുന്നുണ്ട്. ആവശ്യമുള്ളവർക്ക് വിളിക്കാവുന്നതാണ്. പുതിയ വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരാം. അപ്പോൾ PLX ബ്രോ, താങ്ക് യു. വെറൈറ്റി പേരാറുണ്ട് എന്തായാലും. ഒരു ബൈ പറഞ്ഞാൽ. ബൈ.